ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വജ്രവുമായി ഇവിടെ നിൽപ്പാൻ എന്നെ ശക്തീകരിക്കുന്ന ദൈവത്തിന് ആദ്യം തന്നെ സ്തുതി സ്തോത്രങ്ങൾ കരയേറ്റുന്നു. വജ്രവുമായി നിൽപ്പാൻ എനിക്ക് ഈ അവസരം നൽകി തന്ന ബഹുമാനപ്പെട്ട ഗീവർഗീസ് തോമസ് അച്ഛൻ, സൺഡേ സ്കൂൾ പ്രവർത്തകർ ഏവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട നൈനാൻ ജേക്കബ് അച്ഛൻ്റെ സാന്നിധ്യം നമുക്ക് ഏവർക്കും സന്തോഷം നൽകുന്ന ഒരു ദിവസം അത്ര ഇത്. മാർത്തോമ സൺഡേ സ്കൂൾ സമാജത്തെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ 120ാമത് വർഷം പിന്നിട്ട് ദ്വിതീയ വജ്ര ജൂബിലിയുടെ നിറവിൽ ആയിരിക്കുന്ന ഒരവസരമാണ് ഇത്. 3 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ അവരുടെ ശൈശവ പ്രായത്തിൽ തുടങ്ങി നഴ്സറിയിൽ പോകുന്ന ഒരു പ്രായം തൊട്ട് നമ്മുടെ സൺഡേ സ്കൂളിലൂടെ അവർ ക്രിസ്തുവിനെ അറിഞ്ഞു തുടങ്ങുകയാണ്. ആ ഒരു സമയം തൊട്ട് 18 വയസ്സ് വരെ അവരുടെ കൗമാരം കഴിഞ്ഞ് യൗവനം, ആ ഒരു പ്രായം വരെ ക്രിസ്തുവിനെ അറിയാനുള്ള, യഥാർത്ഥത്തിൽ മനസ്സിലാക്കുവാനുള്ള പല ക്ലാസ്സുകളിലൂടെ പലതരത്തിലുള്ള പാഠഭാഗങ്ങളിലൂടെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഒരു ക്രിസ്തുവിനെ അറിയുകയും ആ ഒരു കാഴ്ചപ്പാടോടുകൂടി സമൂഹത്തെ നോക്കിക്കാണുകയും ചെയ്യുവാൻ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കുന്ന ഒരു സംഘടനയാണ് സൺഡേ സ്കൂൾ എന്നത്. ദൈവസ്നേഹത്തിൽ വളരുക എന്ന വിഷയം ആസ്പദമാക്കിയാണ് ഈ ഒരു വർഷത്തെ പുസ്തകങ്ങളെല്ലാം തന്നെ ക്രമീകരിച്ചിരിക്കുന്നത്. യേശുവിങ്കിലേക്ക് വരിക, ഓരോ കുഞ്ഞിനെയും യേശുവിങ്കിലേക്ക് കൊണ്ടുവരിക എന്ന മഹത്തായ ലക്ഷ്യത്തിലൂന്നിയാണ് സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ക്രമീകരിച്ചിരിക്കുന്നത്. അധികം ദീർഘിപ്പിക്കാതെ തന്നെ, നമ്മുടെ ആരാധന മധ്യത്തിലുള്ള ഒരു ചിന്തയായതുകൊണ്ട് തന്നെ അധികം ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് തിരുവചന ചിന്തയിലേക്ക് പോകാം. ഇന്നത്തെ ഏവൻഗേലിയോനായി വായിച്ചു കേട്ട വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് നാം ഇന്ന് കേട്ടത്. അതിൻ്റെ അവസാനത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: അവൻ ചെയ്ത അടയാളം ആളുകൾ കണ്ടിട്ട് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു സത്യം എന്ന് പറഞ്ഞു. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണാനിധിയായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഒരു വിശുദ്ധ ദിവസം അടിയങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ നൽകി തന്ന അവസരത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തിരുവചനത്തിലൂടെ അടിയങ്ങൾ കടന്നു പോകുന്ന കർത്താവേ, അവിടുന്ന് അടിയങ്ങളോട് കൂടെ ഇരിക്കുമാറാകണമേ. നല്ല അർത്ഥത്തിൽ കർത്താവെ ഗ്രഹിപ്പാൻ തക്കോണം അവിടുന്ന് അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യോടന്തം അവിടുന്ന് കൂടെ ഇരിക്കണമേ, കൃപയിൽ മറയ്ക്കണമേ. സർവവും ഞങ്ങൾക്ക് ആ ജീവൻ വെച്ച് യേശുവിൻ കരങ്ങൾ തന്നെ. ആമേൻ. ഏവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഇത്. സൺഡേ സ്കൂളിലെ കുഞ്ഞു ക്ലാസ് തൊട്ട് കുഞ്ഞുങ്ങൾ പഠിച്ചു തുടങ്ങുന്ന ഒരു ഭാഗമാണ്. 5 അപ്പവും 2 മീനും കൊണ്ട് യേശു ക്രിസ്തു 5000 പേരെ പോഷിപ്പിച്ച അത്ഭുത പ്രവൃത്തി നമ്മളെല്ലാവരും തന്നെ അറിയുന്നതാണ്. ഇതിലെ കുറച്ച് കഥാപാത്രങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം എന്നാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. പറയപ്പെടുന്ന കുറച്ച് കഥാപാത്രങ്ങളുണ്ട്, പേര് പറഞ്ഞു പോകുന്ന കുറച്ച് കഥാപാത്രങ്ങളുണ്ട്. എങ്കിലും അത്ഭുതത്തിന് കാരണമായി തീരുന്നത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന 1-2 പേരെയും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒന്നാമതായി, ബാലനെ ഒരുക്കത്തോടെ യേശുവിൻ്റെ വചനം കേൾപ്പാനായിട്ട് അയച്ച മാതാപിതാക്കളെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അവിടെ പ്രത്യക്ഷത്തിൽ വരുന്നില്ല എങ്കിലും നമുക്ക് ആ കഥ ഒരു അത്ഭുതം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ആ ബാലനെ ഒരുക്കത്തോടു കൂടി ദൈവസന്നിധിയിലേക്ക് അയച്ച, അല്ലെങ്കിൽ യേശുവിൻ്റെ വചനം കേൾപ്പാൻ യേശുവിനോടൊപ്പം യാത്ര ചെയ്യുവാനായിട്ട് പറയുന്നുണ്ട്. പെസഹ പെരുന്നാളിൻ്റെ ഒരു പശ്ചാത്തലത്തിലൊക്കെയാണ്. യേശുവിൻ്റെ കൂടെ എല്ലാവരും ഇങ്ങനെ ഒരുപാട് പേര് കൂടി നടക്കുന്ന ഒരു സമയമാണ്. ബാലനെ ഒരുക്കത്തോടു കൂടി യേശുവിൻ്റെ അടുത്തേക്ക് അയക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എല്ലാവർക്കും വിശപ്പായി, ക്ഷീണമായി. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറയുന്നത് എല്ലാവർക്കും കഴിക്കാനായിട്ട് ആഹാരം കൊടുക്കാൻ പറയുന്നു. എല്ലാവരുടെയും കയ്യിൽ ഭക്ഷണമില്ല. അതുകൊണ്ടാണ് അടുത്ത ഒരു പ്രശ്നം അവരുടെ ഇടയിൽ വരുന്നത്. എങ്ങനെ കൊടുക്കും എന്നൊരു പ്രശ്നം അവിടെ ഉണ്ടാവുന്നുണ്ട്. അവിടെയാണ് ഒരു ബാലന്റെ കയ്യിൽ അവരുടെ ഭവനത്തിൽ നിന്നും കൊടുത്തുവിട്ട ഭക്ഷണപ്പൊതി കിട്ടുന്നത്. അപ്പോൾ ഒരു ശ്രമം, അല്ലെ, ഒരുക്കത്തോടു കൂടി ആ ബാലനെ അയക്കുന്ന ഒരു കുടുംബത്തെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ക്രിസ്തുവിനെ അറിയുവാനായിട്ട്, യേശുവിൻ്റെ കൂടെ യാത്ര ചെയ്യുവാനായിട്ട് ഒരുക്കത്തോടെ അയക്കുന്ന ഒരു കുടുംബം നമുക്കവിടെ കുടുംബത്തെ, ഒരു മാതാപിതാക്കളെ നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ മധ്യവകുപ്പ് ക്ലാസ്സാണ് എടുക്കുന്നത്. എൻ്റെ 11ാമത്തെ പാഠം ഇങ്ങനെയാണ്: കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരും എന്നതാണ്. എൻ്റെ പാഠപ്രവേശിക എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ 1-2 ചോദ്യങ്ങൾ കുഞ്ഞുങ്ങളോട് ചോദിക്കാനുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ആ പാഠത്തിലേക്ക് കുഞ്ഞുങ്ങളെ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി, ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ടാവും. അവിടെ അത് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളെ കുറ്റം പറയുന്നത് ഇഷ്ടമാണോ, നിങ്ങളെ കുറ്റം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണോ എന്നുള്ളതാണ് ചോദ്യം. ഞാനൊന്ന് മാറ്റി ചോദിച്ചു, നിങ്ങളെ എപ്പോഴും ഉപദേശിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നെൻ്റെ കുഞ്ഞുങ്ങളോട് ചോദിച്ചു. അവർ ഒന്നും പറഞ്ഞില്ല എങ്കിലും അവരുടെ മുഖഭാവം കണ്ടപ്പോഴേ മനസ്സിലായി വലിയ താല്പര്യമില്ല എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഉപദേശം ഇഷ്ടമല്ലാത്തപ്പം ഉപദേശിക്കുന്ന ആളിനെയും
വലിയ താല്പര്യം കാണത്തില്ല അല്ലേ. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം ഈ ആരെയോടാണ് ആ ഒരു കാര്യത്തിൽ എതിർപ്പുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഒരു ശുദ്ധനായ ഒരു കുഞ്ഞായതുകൊണ്ട് അവന്റെ വായിൽ നിന്ന് വീണു അമ്മ എന്ന് വായിൽ നിന്ന് വീണു. വേറെ ഒന്നും കൊണ്ടുമല്ല. കാരണം അവൻ അന്ന് രാവിലെ 7:30-ഓ 7:40-നോ സൺഡേ സ്കൂളിൽ വന്ന് ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്മയുടെ കുറച്ച് ശകാരങ്ങളും വഴക്കും അല്ലെ, ഒരുങ്ങട എഴുന്നേക്കട പോട എന്നിങ്ങനെ പറയുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ തുടർച്ചയായി കമ്പൽ ചെയ്തുകൊണ്ടിരിക്കുന്ന, ശനിയാഴ്ച ഉച്ച കഴിയുമ്പം തൊട്ട് അമ്മമാര് തുടങ്ങത്തില്ലേ, കൂടുതൽ പേരും അമ്മമാരായിരിക്കും ആ ഒരു എഫേർട്ട് എടുക്കുന്നത്. ആ ഒരു എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, അമ്മ എന്ന ആ കുഞ്ഞിന്റെ വായിൽ നിന്ന് വീണെങ്കിൽ അന്ന് രാവിലെയും കുറച്ച് വഴക്കൊക്കെ ആ കുഞ്ഞിന് കേട്ട് കാണും. ഇതുപോലെ ഒരുക്കത്തോടെ വിടുന്ന അമ്മമാരുള്ളത് കൊണ്ടാണ് ആ ഒരു വാക്ക് കുഞ്ഞ്, എനിക്ക് കേട്ടപ്പോൾ സന്തോഷം തോന്നി. കാരണം പറഞ്ഞു വിടുന്നത് കൊണ്ടാണ്. ആ ഒരു വീട്ടിലും അത് തന്നെയാണ്. നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലെ, നിർബന്ധിച്ച് ആ ഒരു കാര്യം ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതാണ്. അപ്പോൾ ഒരു ഒരുക്കത്തോടു കൂടി, ചില ശകാരങ്ങളോടുകൂടി, ചിലപ്പോൾ ഒരു ശാസനയോടുകൂടി തന്നെ നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്ത് അല്ലെ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിലേക്ക് അയക്കുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ യേശുവിങ്കലേക്ക് അടുത്തു വരുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കത്തുള്ളൂ. സൺഡേ സ്കൂളിന്റെ പലവിധമായ മേഖലകൾ, ചിലപ്പോൾ ഒരു ക്യാമ്പായിരിക്കാം, അല്ലെങ്കിൽ രാവിലെ 7:30-ക്ക് ഇവിടെ വരുന്നതായിരിക്കാം, VBSന്റെ കാര്യങ്ങളായിരിക്കാം. എല്ലാ ഇടങ്ങളിലും കുഞ്ഞുങ്ങളെ എത്തിക്കുക എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ ഒരു കഠിനമായ ഒരു അധ്വാനം, അതിൻ്റെ ഒരു ശ്രദ്ധ എപ്പോഴും കുഞ്ഞുങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. നാളെ കുഞ്ഞുങ്ങൾ പലവിധമായ ലോകത്തിന്റെ പല സ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ, ഇപ്പൊ യുവാക്കളിലൊക്കെ കൂടുതലും യുക്തിവാദത്തിന്റെയും സ്വതന്ത്ര ചിന്തയുടെയും ഒക്കെ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു ഇത്തിലൂടെ കഴിയുമ്പോഴത്തേനും ഇതിനപ്പുറം, അല്ലെങ്കിൽ ഒരു ദൈവിക ചിന്തയ്ക്കപ്പുറം പല യുക്തിവാദങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ അവിടെ ചെന്ന് തട്ടി നിൽക്കാതെ പതറി വീഴാതെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ശൈശവ പ്രായത്തിൽ അവർക്ക് കിട്ടേണ്ട ക്രിസ്തു മാർഗത്തെ ശരിയായ രീതിയിൽ കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുവാൻ എന്തൊക്കെ സാധ്യതകളുണ്ടോ ആ സാധ്യതകൾ മാതാപിതാക്കൾ കണ്ടെത്തി കുഞ്ഞുങ്ങൾക്ക് ആ അവസരങ്ങൾ നൽകേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കട്ടെ. അടുത്തതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, അന്ത്രയാസ് എന്നൊരു ശിഷ്യനെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. ഒരു ഉത്തമനായ ഗുരുവിനെയാണ് നമുക്കവിടെ കാണുവാനായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്താണ് ചെയ്യുന്നത്? ഒരു വലിയ ആവശ്യമായിരുന്നു അവിടെ. ഇത്രയും പേർക്ക് ആഹാരം കൊടുക്കണം. ഇത്രയും പേരുള്ളതിൽ 5000-ഓളം പുരുഷന്മാർ തന്നെ കഴിച്ച് തൃപ്തരായി എന്ന് പറയുമ്പോൾ എത്രയോ പുരുഷാരം അവിടെ വന്ന് കൂടിയിട്ടുണ്ടാവും. അവിടെ ആന്ത്രയാസ് എന്ന ശിഷ്യൻ എന്താ ചെയ്യുന്നത്? ആ ഒരു ബാലന്റെ കയ്യിലുള്ള 5 അപ്പവും 2 മീനും കണ്ടെത്തുന്ന ഒരു ശിഷ്യനെയാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പൊ നമ്മളുടെ മുന്നിൽ വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളിലുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്, അവരുടെ കഴിവുകൾ എന്തൊക്കെയാണ്, അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, സാധ്യതകൾ കണ്ടെത്തുന്നതിനൊപ്പം തന്നെ കണ്ടെത്തേണ്ടതാണ് അവരുടെ ചിലപ്പം വയ്യായ്മകളുണ്ടെങ്കിൽ, വല്ലായ്മകളുണ്ടെങ്കിൽ അവരുടെ കുറവുകൾ എവിടെയാണ് എന്ന് മനസ്സിലാക്കി അവരെ കൊണ്ടുപോകുന്നിടത്താണ് നല്ല ഒരു അധ്യാപകനായിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അന്ത്രയാസ് അവിടെ ആ ഒരു ബാലന്റെ പക്കലുള്ള സാധ്യതകളെ കണ്ടെത്തുവാനായിട്ട് അന്ത്രയാസ് എന്ന ശിഷ്യൻ മറക്കുന്നില്ല. കണ്ടെത്തുക മാത്രമല്ല, എന്ത് ചെയ്തു? യേശുവിന്റെ അടുക്കലേക്ക് അവയെ കൊണ്ടുവന്ന് യേശുവിന്റെ പക്കൽ ഏൽപ്പിക്കാനായിട്ടും അന്ത്രയാസ് മറക്കുന്നില്ല. ആ ബാലന്റെ സാധ്യതകളെ യേശുവിന്റെ അടുക്കലേക്ക് എത്തിക്കുന്ന അന്ത്രയാസിനെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഏറ്റവും ശ്രേഷ്ഠനായ ഗുരുവാണ് യേശു ക്രിസ്തു. അവിടെ പറയുന്നുണ്ട്, ശേഷിച്ചവ ഒന്നും നഷ്ടമാകാതെ ശേഖരിപ്പാനായിട്ട് പറയുന്നുണ്ട്. ശേഷിച്ച ഒന്നും നഷ്ടമാകാതെ ശേഖരിപ്പാൻ 12 കൊട്ട നിറച്ചെടുത്തു എന്ന് നമ്മൾ വേദഭാഗത്ത് വായിക്കുന്നുണ്ട്. ഒരു പക്ഷേ നമ്മുടെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂളിന്റെ ഒരു രീതി അനുസരിച്ചുള്ള കാര്യങ്ങൾ, ചിലപ്പം ഇമ്പമായി പാടുന്നവരോ അല്ലെങ്കിൽ രസകരമായ കഥ അവതരിപ്പിക്കുന്നവരോ, നമ്മൾ പഠിപ്പിച്ചു വിട്ട വാക്യം കൃത്യമായി വന്ന് നമ്മുടെ മുമ്പിൽ പറയുന്നവരോ 100% മാർക്ക് മേടിക്കുന്ന കുഞ്ഞുങ്ങളോ ആയിരിക്കണം എന്നില്ല എല്ലാ കുഞ്ഞുങ്ങളും നമ്മുടെ മുന്നിലിരിക്കുന്നത്. മറിച്ച് അതിനപ്പുറത്തേക്ക്, അവരുടെ ആ ഒരു സ്കെയിൽ നമ്മൾ ഇടുന്നതിനേക്കാളും മാർക്ക് ഇടുന്നതിലപ്പുറത്തേക്ക് അവരുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ, വ്യത്യസ്തത എന്താണെന്ന് മനസ്സിലാക്കാൻ, നമ്മുടെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങളുടെയും വ്യത്യസ്ത സാധ്യതകൾ എന്താണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോഴാണ് യഥാർത്ഥമായ ഒരു ഗുരുവായി, അധ്യാപകനായി നമുക്ക് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുന്നത്. നമ്മളെപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നതിലപ്പുറത്തേക്ക് അവർക്ക് സംസാരിക്കാൻ ഒരു ഇത്തിരി അവസരം കൊടുത്താൽ നമുക്ക് അവരെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ചിലപ്പോൾ 1 മിനിറ്റ് നമ്മളൊന്ന് മിണ്ടാതെ ക്ലാസ്സിലൊന്ന് ഇരുന്ന് കൊടുത്താൽ മതി, അറിയാം അവരുടെ ഡിസ്കഷൻ എങ്ങോട്ട് പോകുന്നു എന്നുള്ളത്, അവർ ഏത് വിഷയത്തിലേക്കാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. വാക്യം പഠിക്കുന്നു പറഞ്ഞൊന്ന് ഇരുത്തിയാൽ മതി, അറിയാം ഒരു വാക്യം പഠിക്കുമായിരിക്കത്തില്ല ചെയ്യുന്നത്, അവർ വേറെ പല മേഖലകളിൽ നമ്മൾ പറയുന്നവരനുസരിച്ചില്ല എങ്കിലും, അനുസരിക്കുന്നില്ല എന്ന് തോന്നിയാൽ പോലും അവരുടെ ഇൻട്രസ്റ്റിംഗ് ഏരിയസിലേക്ക് അവരുടെ ഡിസ്കഷൻസ് പോവും. അപ്പൊ നമുക്ക് മനസ്സിലാവും ഓരോ കുട്ടികളിലുമുള്ള ഒരു മേഖല എന്താണ്, അവരുടെ ഒരു നിലവാരം എന്താണ്, അവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്ക്
മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പം കുട്ടികളിലുള്ള സാധ്യതയെ കണ്ടെത്തുവാനും അത് കൃത്യമായി യേശുവിങ്കിലേക്ക് നമുക്ക് എത്തിക്കുവാനും സാധിക്കണം. നമ്മൾ പറയുന്ന സാധ്യതകൾക്കപ്പുറത്ത് നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവയെ കണ്ടെത്തുക എന്നുള്ളതും ഒരധ്യാപകൻ എന്ന നിലയിൽ അല്ലെങ്കിൽ മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വമാണ്. അവിടെയാണ് നല്ലൊരു അധ്യാപകൻ പിറവിയെടുക്കുന്നത് എന്ന് നാം മറക്കരുത്. മൂന്നാമതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും ബാലനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മാതാപിതാക്കൾ യേശുവിൻ്റെ അടുക്കലേക്ക് പോകുവാനായിട്ട് പറയുമ്പോഴും അന്ത്രയാസ് വന്ന് നിന്റെ സാധ്യതകളെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക എന്ന് പറയുമ്പോഴും വളരെ അനുസരണയോടുകൂടി അവർ കാര്യങ്ങളെ നിർദ്ദേശങ്ങളെ മാനിക്കുന്ന ഒരു ബാലനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഇന്നത്തെ എല്ലാവരും അല്ലെങ്കിൽ യൂത്ത് എന്നില്ല, ആ ഒരു പ്രായപരിധിക്കപ്പുറം, യൂത്ത് എന്ന് പറയുമ്പോൾ ഒരു പ്രായ ഏജ് കാറ്റഗറി നമ്മൾ പറയുമെങ്കിലും അതിനപ്പുറത്തേക്ക് എല്ലാവരും ഒരു ട്രെൻഡിന്റെ പുറകെ പോകുന്ന ഒരു സാഹചര്യമായി എന്നുള്ളത്. ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ്, എല്ലാവരുടെയും കയ്യിൽ ഫോണാണ്, അതിലെല്ലാം ഇഷ്ടംപോലെ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ആണ് അല്ലേ. വിനോദത്തിനും വിജ്ഞാനത്തിനും ഒക്കെ നമ്മുടെ മുന്നിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പരിഹാര മാർഗങ്ങൾ, ഇഷ്ടം പോലെ ഉത്തരങ്ങൾ അവിടെ വരും. ഇഷ്ടംപോലെ അറിവുകൾ നമ്മുടെ മുന്നിൽ പകർന്നു കിട്ടും. വിനോദത്തിന് ഉപയോഗിക്കാവുന്ന ഇഷ്ടംപോലെ മേഖലകൾ, ഉള്ളിൽ ഇരുന്ന് തന്നെ, വീട്ടിൻ്റെ ഒരു മൂലയിൽ ഇരുന്ന് തന്നെ പോകുന്ന ഇഷ്ടംപോലെ മേഖലകളിലേക്ക് തിരിയുന്ന കുഞ്ഞുങ്ങളാണ്. അടുത്തൊരു തലമുറയാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. തലമുറ എന്നുള്ളപ്പുറം ഇന്ന് മുതിർന്നവർ പോലും അതിനടിമകളാകുന്നു എന്നുള്ളത് ഏറ്റവും വേദനാജനകമായ ഒരവസ്ഥയാണ്. ഒന്നും ചില സാധ്യതകളൊന്നും നമുക്ക് 100% വേണ്ട എന്ന് പറയാൻ പറ്റുന്നില്ല എങ്കിൽ പോലും മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് എങ്കിൽ പോലും അതിന്റെ അമിതമായ ഉപയോഗം നമ്മുടെ കുഞ്ഞുങ്ങളിലും മുതിർന്നവരിലും ഒക്കെ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. എന്നാൽ എല്ലാ വിജ്ഞാനത്തിനും വിനോദത്തിനും നമ്മുടെ മുന്നിൽ ഇഷ്ടം പോലെ മേഖലകൾ ഉണ്ടെങ്കിൽ പോലും ജീവിതത്തിന്റെ യഥാർത്ഥമായ സാഹചര്യങ്ങളിൽ, ചില പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, ചില പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ഈ ഒരു ഗൂഗിളോ ഒരു AI അല്ലെങ്കിൽ മറ്റ് ഒരു ആപ്ലിക്കേഷൻസും തന്നെ പരിഹാരം തരാതെ ഇരിക്കുമ്പോൾ യഥാർത്ഥമായി പരിഹാരം തരുന്നത് ഈ യേശുക്രിസ്തുവിന്റെ മുമ്പിലാണ് എന്നുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങൾ, തലമുറ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എല്ലാത്തിനും പരിഹാരമുണ്ടെന്ന് ചിന്തിക്കുമ്പോൾ, ഞാൻ വിജ്ഞാനത്തിൽ ഉന്നതനാണ്, അറിവിൽ ഉന്നതമാണ് എന്ന് ധരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥമായ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, സമാധാനമില്ലായ്മയുടെ മധ്യത്തിൽ യഥാർത്ഥമായ സമാധാനം നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നത് ഈ വേദപുസ്തകത്തിലൂടെയും നമ്മൾ ഈ സമയത്ത് പഠിക്കുന്ന പാട്ടുകളിലൂടെയും വാക്യങ്ങളിലൂടെയും അതിലൂടെയുമാണ്. വേദപുസ്തകം തുറക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ചില വാക്യങ്ങളിലൂടെയാണ് ഓരോ ദിവസവും നമ്മൾ ചിലപ്പോൾ ധൈര്യത്തോടെ കടന്നു പോകുന്നത് എന്നുള്ളത് അടുത്ത ഒരു തലമുറ തീർച്ചയായും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെയാണ് കുറിവാക്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. കുറിവാക്യം ഇങ്ങനെയാണ് പറയുന്നത്: അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നുവെന്ന് മറ്റുള്ളവർ സാക്ഷ്യം പറഞ്ഞു. മാതാപിതാക്കൾ എന്ന നിലയിലും അധ്യാപകർ എന്ന നിലയിലും കുട്ടികൾ എന്ന നിലയിലും 3 കൂട്ടരും ഒരുപോലെ പ്രവർത്തിച്ചപ്പോഴാണ് അല്ലെ, കരുതലോടുകൂടി അയക്കുകയും ശരിയായ സാധ്യതകളെ യേശുവിന്റെ പക്കൽ ഏൽപ്പിക്കുകയും എല്ലാ കുഞ്ഞുങ്ങളെയും കരുതുകയും ചെയ്യുമ്പോഴാണ്, അനുസരണയുള്ള കുഞ്ഞായി നിർദ്ദേശങ്ങളെ മാനിക്കുന്ന കുഞ്ഞായി തീർന്നപ്പോഴാണ് യേശു ക്രിസ്തുവിന് അവിടെ പ്രവർത്തിക്കുവാനുള്ള നല്ല ഒരു സാധ്യതയായിട്ട് അവിടെ കിട്ടിയത്. അപ്പോഴാണ് സമൂഹം എന്ന് പറഞ്ഞത് ഇവൻ യഥാർത്ഥത്തിൽ വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നുവെന്ന് മറ്റുള്ളവർ ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ സാക്ഷ്യം പറയുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് സഭയായി ചിന്തിക്കുന്നതും ഇതാണ്. കുട്ടികൾ ദൈവരാജ്യ ശുശ്രൂഷയിൽ പങ്കാളികൾ. എപ്രകാരമാണ് കുഞ്ഞുങ്ങൾ ദൈവരാജ്യ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്നത്? അതിൽ അധ്യാപകർ എന്ന നിലയിൽ അല്ലെങ്കിൽ കുട്ടികൾ എന്ന നിലയിൽ അവരെ അതിനായി ഒരുക്കുന്നതിൽ നമ്മളുടെ പങ്ക് എന്താണ് എന്നുള്ളത് നാം ചിന്തിക്കണം. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുത്. യേശു എപ്പോഴാണ് അങ്ങനെ പറഞ്ഞത്? യേശുവിനോടൊപ്പം നടക്കുന്നവർ എന്നുള്ള ഭാവത്തിൽ അല്ലെങ്കിൽ ആ ഒരു ധാരണയിൽ യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന കുഞ്ഞുങ്ങളെ തടഞ്ഞപ്പോഴാണ് യേശു അവിടെ ഒരു ശാസനയുടെ ശബ്ദം യേശു ഉയർത്തുന്നത്. എന്ത് പറയുന്നു? കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരാതെ ഇരുത്തരുത്, അവരെ തടയരുത് എന്നുള്ള ശാസനയുടെ ശബ്ദം കൊടുക്കുന്നത്. ഒരു പക്ഷേ നമ്മളും അധ്യാപകർ എന്ന നിലയിലായിരിക്കാം, അല്ലെങ്കിൽ മാതാപിതാക്കൾ എന്ന നിലയിലായിരിക്കാം, അല്ലെങ്കിൽ ദൈവത്തോട് നമ്മൾ ഏറ്റവും ചേർന്നിരിക്കുന്നു എന്ന ഒരു ഭാവനയിലായിരിക്കാം. എപ്പോഴെങ്കിലും ഏതെങ്കിലും തരത്തിൽ കുഞ്ഞുങ്ങളെ യേശുവിങ്കിൽ നിന്ന് അകറ്റുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ നമ്മളെ നോക്കിയും യേശു പറയുന്ന ഒരു വാക്കുണ്ട്, ശാസനയുടെ
വാക്കുകളായിരിക്കും. ആ ശാസനയുടെ വാക്കുകൾ കേൾപ്പാനായിട്ടല്ല, മറിച്ച് സന്തോഷത്തോടെ നമ്മളെ നോക്കുന്ന, നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ യഥാർത്ഥമായി വിശ്വസ്തയോടെ പ്രവർത്തനങ്ങളെ ചെയ്യുന്ന, നല്ല പ്രവർത്തനങ്ങൾക്ക് കാരണക്കാരായി തീരുന്നവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഫലകരമായ ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു.